ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലാ. ഇപ്പൊ വൈറലാവണമെങ്കിൽ ബസ്സിൽ കയറിയാൽ മതി കേട്ടത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അപ്സാക്കെ റെജി എന്നൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. അപ്പൊ എന്റെ ജീവിതം പോണേ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടണതില്? മനസ്സുഖാണോ? എന്താ കിട്ടണം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് കിട്ടില്ലേ? നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ഏതൊരു മനുഷ്യനും ബസ്സിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹവും അവിടെ ഇരിക്കുന്നു. ഇത് പക്ക റീച്ചിനും ട്രെൻഡ് ആവാനും വേണ്ടി മാത്രം ചെയ്യുന്ന തോന്നിവാസമാണ്. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. 57 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. പക്ഷെ ആ ചേട്ടന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? നാളെ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും ഈ ഒരു അനുഭവം വരാം. ചെയ്യാത്ത തെറ്റിന് നമ്മളും മോശക്കാരാകാം. ഇതിനിടയിലൂടെ തെറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോകാം. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. 100 കണക്കിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും പൊതുസമൂഹത്തിലും ദിവസവും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ പോലും വിശ്വാസ്യതയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലാതെയാക്കുന്നത്. അബദ്ധം പറ്റിയതല്ല, എന്ന് പറഞ്ഞാലും അടിയോ. നാളെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞാൽ സമൂഹം അവരെ സംശയത്തോടു കൂടി കാണും, ജഡ്ജ് ചെയ്യും, സഹായിക്കാൻ മടിക്കും. അതുകൊണ്ട് സ്ത്രീകൾ വേണം ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കാൻ. ഈശ്വര, വല്ലയിടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവച്ച പോലെ ആയല്ലോ. ഒരു തവണ കൂടി പറയട്ടെ, മറ്റുള്ളവരുടെ ജീവിതം തൊലച്ചും റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇത്തരം വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എറിഞ്ഞ് കുടിച്ചു മൂടിയാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.